അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള അടുത്ത യൂണിറ്റാണ് ബ്രേവിങ് ദ ഹസാർഡ് എന്ന് പറഞ്ഞ യൂണിറ്റാണ്. എന്താണ് ബ്രേവിങ് ദ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ അപകടം എന്നർത്ഥം. അപ്പോൾ അപകടങ്ങൾക്ക് നേരെ എന്ത് ചെയ്യുക? ബ്രേവിങ്, ധൈര്യം വെച്ച് കാണിക്കുക അല്ലെങ്കിൽ ധൈര്യം പുലർത്തുക. എന്നാൽ ഒരു അപകടങ്ങളൊക്കെ വന്നാൽ നമ്മളെങ്ങനെ ധൈര്യത്തോടെ നമ്മൾ ചെറുത്ത് നിൽക്കാൻ കഴിയണം. അതേപോലെ എന്തെങ്കിലും അപകടമൊക്കെ വന്നാൽ നമ്മളെങ്ങനെ അത് മാനേജ് ചെയ്യണം, ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു പാഠാണെന്ത്, വലിയൊരു യൂണിറ്റാണ് ബ്രേവിങ് ദ ഹസാർഡ് എന്നുള്ളതിലുള്ള. ഫസ്റ്റ് ആണ് ശ്രദ്ധിക്കുക, ഡിസാസ്റ്റേഴ്സിനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ, ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായി ഉണ്ടായ ദുരന്തങ്ങളാവട്ടെ അല്ലെങ്കിൽ ആൻഡ് മാൻമെയ്ഡ് മനുഷ്യനുണ്ടാക്കിയ ദുരന്തങ്ങളാവട്ടെ, ഹാവ് ബിക്കം വെരി കോമൺ ടുഡേ. ഇന്ന് വളരെയധികം എന്താണ് പൊതുവായതാണ്. കോമൺ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വളരെ എന്താണ് സാധാരണയായി മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. വാട്ട് എവർ ദ ഫോം, ഏത് കോലത്തിലാവട്ടെ, തൗസൻഡ്സ് ഡൈ, ആയിരങ്ങൾ എന്ത് ചെയ്യുന്നു, മരിക്കുന്നു ഈച്ച് ഇയർ, ഓരോ വർഷവും, ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ദുരന്തങ്ങൾ കാരണങ്ങൾ. ദേ ആൾസോ കോസ്, ഈ ദുരന്തങ്ങൾ കാരണം കാരണമാകുന്നുണ്ട് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ, പരക്കെയുള്ള നാശങ്ങൾ, ആൻഡ് ഡാമേജ്, മറ്റു ദുരന്തങ്ങളും. ഇറ്റ് ഈസ് നീഡ് ഓഫ് ദ ഹവർ ടു ബി ഇൻഫോംഡ്, ഇപ്പോൾ വളരെയധികം അടുത്തിരിക്കുന്നു അർത്ഥം. അതായത് വളരെ അത്യാവശ്യമാണെന്നുള്ള അർത്ഥമാണ് നീഡ് ഓഫ് ദ ഹവർ. നീഡ് ഓഫ് ദ ഹവർ എന്ന് പറഞ്ഞാൽ, അഥവാ നീഡ് ഓഫ് ദ ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ്, മോസ്റ്റ് അർജന്റ് എന്നുള്ള അർത്ഥം. വളരെ അർജന്റ് ആണ് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണ്. ടു ബി ഇൻഫോംഡ്, അറിയിക്കപ്പെടാൻ. ആൻഡ് ഇക്വിപ്ഡ്, അതായത് ഇതിനെ കുറിച്ചൊരു വിവരങ്ങൾ ഉണ്ടാവാൻ എന്നുള്ളത് എന്താണ്, ഒരു അർജന്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് ഇക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ സജ്ജരായിരിക്കാം. ടു ഫേസ്, ടു ഫേസ്, നമ്മൾ നേരിടാൻ. ഇംപെൻഡിങ് ഡിസാസ്റ്റേഴ്സ്, ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ സമീപത്തെത്തിയ അല്ലെങ്കിൽ അടുത്തെത്തിയ എന്നർത്ഥം. അപ്പോൾ ഇംപെൻഡിങ് ഡിസാസ്റ്റേഴ്സ്, ഇത്രമാത്രം അടുത്തെത്തിയ ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ നേരിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സജ്ജരായിരിക്കണം, ഇക്വിപ്ഡ് ആയിരിക്കണം, ആൻഡ് ഇൻഫോംഡ്, അതിനെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ദ കോൺസെപ്റ്റ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് ഒരു ദുരന്തം എങ്ങനെ നേരിട്ട് അതിനെ ആ ദുരന്തത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതായത് മാനേജ്മെൻറ്റ്, അതായത് അതെങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അതിൻ്റെ ആ കോൺസെപ്റ്റ്, ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി. ആസ് ഗെയിനഡ്, അത് നേടിയിട്ടുണ്ട് ഗ്രേറ്റ് കറൻസി, നല്ലൊരു ശ്രദ്ധ, അക്രോസ് ദ ഗ്ലോബ് ഇൻ റീസെൻറ്റ് ടൈംസ്. അതായത് ഭൂമി മുഴുകെ ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് എങ്ങനെയാണ് ഓരോ ദുരന്തങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ചിന്താഗതി വളരെയധികം ചെയ്തിട്ടുണ്ട്, നല്ല ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് അർത്ഥം. ഇപ്പോൾ ഈ പാഠത്തിൽ ഓരോ പറയുന്നത് ബ്രേവിങ് ദ ഹസാർഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 3 ഭാഗങ്ങളാണ്. അതിൽ ഒന്നാമത്തുള്ളത് ഫസ്റ്റ് ഒരു എസ്സേയാണ്. അഞ്ജന മഞ്ജുംദാർ എഴുതിയ ഒരു എസ്സേയാണ്. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ദുരന്തം എങ്ങനെ കൈകാര്യം ചെയ്യാം ഇന്ത്യയിൽ. അടുത്ത് രണ്ടാമത് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ബൈ A.J. ക്രോണിൻ. പിന്നെ മൂന്നാമത് പറയുന്നത് ബെഞ്ചമിൻ പെക്കൈറ്റ് എന്ന ഒരാൾ എഴുതിയ ഒരു പോയാണ്. ഇതിനെക്കുറിച്ച് ഒരു ടൈറ്റാനിക്കിൻ്റെ കപ്പൽ പൊട്ടി ഒഴിക്കുന്നുണ്ടല്ലോ, ആ പൊട്ടി പിളർന്ന കപ്പലിനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. പിന്നെ അതിന് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ഉണ്ട്. ആൻഡ് എക്സെപ്റ്റ് എന്നാൽ ഒരു ഭാഗം, ഒരു കണ്ടം ഫ്രം ദ എസ്സേയിൽ നിന്നൊരു ഭാഗം ഓൺ കറേജ് ബൈ A.J. ഗാർഡൈനർ. ഇതൊക്കെ അടങ്ങിയതാണ് യൂണിറ്റിലുണ്ട്. അപ്പോൾ ഈ 3 ടെക്സ്റ്റും 3 ആക്ടിവിറ്റിയൊക്കെ എന്ത് ചെയ്യും, നമ്മളെ വായിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടാക്കി തരുന്ന അർത്ഥം. ആൻഡ് ടു ഇക്വിപ്പ് ദം, അവരെ സജ്ജരാക്കി തീർക്കും. ടു ആക്ട് പ്രോംപ്റ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരിടുക, അതായത് വളരെ സജ്ജമായിട്ട് ഓരോ സമയത്തും ആ കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഉടനടി അതിന് റെഡി ആവുക എന്നുള്ള അർത്ഥം. അതായത് പ്രോംപ്റ്റ്ലി പറഞ്ഞാൽ ഉടനടി റെഡി ആവുക. ഇൻ മൊമെന്റ്സ് ഓഫ് ക്രൈസിസ്, ഇങ്ങനത്തെ ഒരുപാട് നാശങ്ങൾ ഉണ്ടാവുന്ന ഓരോ അവസരങ്ങളിൽ. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, റീഡ് ആൻഡ് റിഫ്ലക്റ്റ്, വായിച്ച് മനസ്സിലാക്കുക. ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ, ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്, ഈ പ്രകൃതിപരമായിട്ടുള്ളതും ആൻഡ് മാൻമെയ്ഡ് മനുഷ്യനുണ്ടാക്കുന്ന ഡിസാസ്റ്റർ ആണെങ്കിലും. കോസ്, അത് കാരണമാക്കുന്നു വൈഡ് സ്പ്രെഡ് ഡാമേജ്, പരക്കെയുള്ള നാശവിധാനങ്ങളെ അത് കാരണമാക്കുന്നു. ആൻഡ് ഡിസ്ട്രക്ഷൻ, അത് പറഞ്ഞാലും നാശം തന്നെ. ഇറ്റ് ഈസ് ഹൈ ടൈം, ഇതിപ്പോൾ എന്തായിട്ടുണ്ട്, വലിയൊരു അടുത്തൊരു സമയമായിട്ടുണ്ട്. ദാറ്റ് വി ബിക്കെയിം അവെയർ ഓഫ് ആൻഡ് ഇക്വിപ്ഡ് അവർ സെൽവ്സ്. വി ബിക്കെയിം അവെയർ, നമ്മൾ ബോധവൽക്കരണ ഉള്ളവരാണ് അല്ലെങ്കിൽ ബോധ്യമുള്ളവരാണ്. ഓഫ് ആൻഡ് ഇക്വിപ്ഡ് അവർ സെൽവ്സ്, നമ്മൾ തന്നെ സജ്ജരായിരിക്കണം. ടു ഫേസ് ഇംപെൻഡിങ് ഡിസാസ്റ്റേഴ്സ്, ഈ അടുത്ത് വന്നിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച്. ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ അടുത്ത് സമീപത്തുള്ളതർത്ഥം.
അപ്പോൾ അത് നേരിടണേ നമ്മൾ എന്താണ് നന്നായി ബോധവൽക്കരണമുള്ള ആളുകളും പിന്നെ അതേപോലെ സജ്ജരായി ഇരിക്കണം എന്നർത്ഥം. അത് അത്രമാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സമയം അടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് ആൻ എസ്സേ. ഇതൊരു എന്താണ്, ഒരു എസ്സേ ആണ് അബൌട്ട് ഡിസാസ്റ്റേഴ്സ്. എന്തിനെ പറ്റിയുള്ള ദുരന്തങ്ങളെ പറ്റിയും ആൻഡ് ദെയർ മാനേജ്മെന്റ്, അവകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന എന്നതിനെ കുറിച്ചും ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു എസ്സേ ആണ്. അപ്പോൾ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ, ദുരന്തങ്ങളും അവയുടെ കൈകാര്യം ചെയ്യലും എങ്ങനെ ഇന്ത്യയിൽ. ഡിസാസ്റ്റർ ഈസ് എ വെരി കോമൺ ഫെനമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിനൊരു എന്താണ് സാധാരണയായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് എന്ത്, ഡിസാസ്റ്റർ. ഫെനമിനൻ എന്ന് പറഞ്ഞാൽ പ്രതിഭാസം, കോമൺ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പൊതുവായിട്ടുള്ള. അപ്പോൾ ഡിസാസ്റ്റർ എന്നുള്ളത് എന്താണ്, ഒരു സാധാരണയായിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്ന് അർത്ഥം. ആർക്ക്? ഫോർ ഹ്യൂമാനിറ്റി, മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്. ഹ്യൂമൻ ബീങ്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ്, മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ദുരന്തങ്ങൾ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, പല ഇനങ്ങളിലായിട്ട്, അതായത് വിവിധ ഇനങ്ങളിലായിട്ട് വിവിധ രീതികളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്മാർ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം, ഇങ്ങനത്തെ ദുരന്തങ്ങളൊക്കെ. സിൻസ് ടൈം ഇമ്മമോറിയൽ, സിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മുതൽ, ടൈം കാലങ്ങൾ മുതൽ, അതായത് സമയം മുതൽ. ഏത് സമയം മുതൽ? ഇമ്മമോറിയൽ, ഓർമ്മയില്ലാത്ത. മെമ്മറി പറഞ്ഞാൽ എന്താ, ഓർമ്മ എന്നല്ലേ. മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഓർമ്മക്കൊക്കെ നടത്തുന്ന പരിപാടിക്കൊക്കെ നമ്മൾ പറയും, മനസ്സിലായോ, സ്മരണം എന്നൊക്കെ പറയും. അവിസ്മരണീയമായ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത്, ഇമ്മമോറിയൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ലാത്ത കാലത്തോളം. അതായത് ഓർമ്മയില്ലാത്ത കാലം മുതലേ എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധ ഇനം ദുരന്തങ്ങൾ മനുഷ്യന്മാർ അനുഭവിച്ചിട്ടുണ്ട്. ദ ലേറ്റസ്റ്റ് വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട്, ഏറ്റവും പുതിയ വേൾഡ് ദുരന്ത റിപ്പോർട്ടുണ്ട്. അതായത് വേൾഡിൽ നടക്കുന്ന ദുരന്തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണ അതിൻ്റെ റിപ്പോർട്ടുണ്ട്. അത് സജസ്റ്റ് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്നു ദാറ്റ് ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. തീർച്ചയായും ദുരന്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രീക്വൻസിയിലും ഇൻറ്റൻസിറ്റിയിലും ഉയർന്നിട്ടുണ്ട്. അതായത് ഫ്രീക്വൻസി ആണ് എന്താ, തുടർച്ച. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇക്കണോമിക്സിലൊക്കെ സംസാരിച്ചിരുന്നു. ഫ്രീക്വൻസി, ഒരു കാര്യം ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതാണ് എന്ത്, ഫ്രീക്വൻ്റായി വരിക എന്ന് പറയാം. അപ്പോൾ ഒരു ദുരന്തങ്ങൾ ഫ്രീക്വൻസിൻ്റെ കാര്യത്തിൽ, അതായത് തുടർച്ചയുടെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ അതിൻ്റെ ശക്തി, മനസ്സിലായോ, അതിൻ്റെ ആ ശക്തിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഡിസാസ്റ്ററിന് പുറമെ ഇപ്പോൾ ശക്തി കൂടിയിട്ടുണ്ട് എന്നർത്ഥം ദുരന്തങ്ങൾ. പീപ്പിൾ ആർ ബിക്കമിങ്, ജനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് മോർ ആൻഡ് മോർ വൾനറബിൾ, കൂടുതൽ എന്തായിട്ടുണ്ട്, ഇരയാകുന്നുണ്ട് എന്നർത്ഥം. അതായത് വൾനറബിൾ എന്ന് പറഞ്ഞാൽ ഇരയാവുക അല്ലെങ്കിൽ അപകടത്തിലാവുക എന്നുള്ള അർത്ഥമാണ്. കൂടുതൽ അപകടത്തിലാവുന്നു അല്ലെങ്കിൽ ഇരയാവുന്നുണ്ട് എന്ത്, ടു ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ദുരന്തങ്ങളിലേക്ക്, ഓഫ് ആൾ ടൈപ്സ്, എല്ലാ ഇനത്തിലുമുള്ള. വിച്ച് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, എർത്തുകേക്ക്, ഭൂമിക്കുലുക്കം, ഫ്ലഡ് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, സൈക്ലോൺ പറഞ്ഞാൽ പ്രത്യേക ഇനം ചുഴലിക്കാറ്റാണ്, ലാൻഡ്സ്ലൈഡ് പറഞ്ഞാൽ എന്ത്, മണ്ണിടിച്ചിൽ പോലുള്ളതിനാണ് ലാൻഡ്സ്ലൈഡ് എന്ന് പറയാം. പിന്നെ അതേപോലെ ഡ്രോട്സ് പറഞ്ഞാൽ ക്ഷാമങ്ങൾ, പിന്നെ ആക്സിഡൻറ്റുകൾ, പിന്നെ പ്ലെയിൻ ക്രാഷുകൾ, പിന്നെ ഫോറസ്റ്റ് ഫയറുകൾ, കാട്ടുതീകൾ, അതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ഇരയായിട്ടുണ്ട്. ദിസ് ഈസ് ക്വൈറ്റ് ട്രൂ, ഇത് വളരെയധികം ശരിയാണ്. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, ശരിക്കും അല്ലെങ്കിൽ തികച്ചും, ട്രൂ ശരിയാണ്. ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്, വളരെ വികസിച്ച രാജ്യങ്ങളിലും അതേപോലെ വികസ്വര രാജ്യങ്ങളിലും, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലും വികസിച്ച രാജ്യങ്ങളിലൊക്കെ ഇതെന്താണ്, ഈ ഒരു വസ്തുത ശരിയാണെന്ന് അർത്ഥം. ദ ഫ്ലഡ്സ് ഇൻ ദ യുകെയിലുള്ള, യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ഈ വെള്ളപ്പൊക്കങ്ങൾ, ആൻഡ് ഫ്രാൻസിലുമുള്ള, ആൻഡ് ദ ഹീറ്റ് വേവ്സ്, ചൂടിൻ്റെ തിരകൾ എന്ന് പറഞ്ഞാൽ എന്താ, ചൂടിൻ്റെ തിരമാലകൾ എന്ന് പറയുമ്പോൾ, അതായത് ചൂടിൻ്റെ ആ ഒരു എന്ന് വെച്ചാൽ പെരും ചൂടുണ്ടാകുമ്പോഴാണ് ഹീറ്റ് വേവ്സ് എന്ന് പറയാം. അതായത് കടും ചൂടിൽ നമ്മൾ പൊള്ളലേറ്റ ആളുകൾ മരിക്കുക, അങ്ങനത്തെ ചൂടുകളൊക്കെ ഉണ്ടായിരുന്നു യൂറോപ്പിൽ. പിന്നെ പ്രത്യേകിച്ചും ദ വൺ ഇൻ ഫ്രാൻസിലുണ്ടായത് 2003 ക്ലെയിംഡ് ലോഡ്സ് ഓഫ് ലൈവ്സ്, അന്നൊക്കെ നഷ്ടമായത് എത്ര, ഒരുപാട് ജീവനുകളാണ് അന്ന് പോയതെന്നർത്ഥം. ക്ലെയിം ചെയ്യാൻ എന്താ, ക്ലെയിം ചെയ്യാൻ നമ്മൾ പറയാന്നാണ് ശരിക്കും അർത്ഥം, അല്ലെങ്കിൽ നേടുക. ഇവിടെ ഇപ്പം എന്താണ്, ലോഡ്സ് ഓഫ് ലൈവ്സ്, ഒരുപാട് ജീവനുകൾ എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം ആ ടൈമിൽ. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, കുറച്ച് വർഷങ്ങൾക്ക് ആയിട്ട്, ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്ക ഹാസ് ആൾസോ ഫേസ്ഡ്, അമേരിക്ക എന്ത് ചെയ്തിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട് ഡിവാസ്റ്റേറ്റിംഗ് ഡിസാസ്റ്റേഴ്സ്, ഭയങ്കര മോശമായ ദുരന്തമായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ. ഡിവാസ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നാശം വിതക്കുന്ന, വളരെ
നാശം ഇതാക്കുന്ന എന്നുള്ള അർത്ഥമാണ് എന്ത് ഡിവാസ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മോശമാക്കുന്ന അർത്ഥം. അപ്പോൾ ഒരുപാട് നാശം വിതക്കുന്ന ദുരന്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അമേരിക്കയും ഇന്ന് ഇപ്പോൾ ഈ അടുത്ത കാലമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് അർത്ഥം. ഇൻ ദ ഫോം ഓഫ് ടൊർണാഡോ. ടൊർണാഡോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇനം ചുഴലിക്കാറ്റാണ്. ഞാൻ കാണിച്ചുതരാം. ടൊർണാഡോ ഡിസാസ്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും ഓരോന്ന് ഫോട്ടോ. ഇത് ശരിക്കും എന്താണ് ഒരു ഭൂമിയിൽ നിന്ന് നിലത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങണ ഇങ്ങനത്തെ ഓരോ എന്ത് ചുഴലിക്കാറ്റിനാണ് എന്ത് പറയാം ടൊർണാഡോ എന്ന് പറയാം. പിന്നെ അതേപോലെ എന്തും ടൊർണാഡോസും പിന്നെ അതേപോലെ അതിന് ശേഷം ഹറിക്കെയിൻസ്. ഹറിക്കെയിൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഇനം ഒരു ചുഴലിക്കാറ്റാണ്. ഹറിക്കെയിൻ അതേപോലെ ഒരു സാധനമാണ് ഹറിക്കെയിൻ. കണ്ടോ, ഇത് ഇങ്ങനെ ചുഴലിക്കാറ്റായിട്ട് ഒന്നായിട്ട് എന്ത് ചെയ്യുക ഒന്നായിട്ട് അടിച്ച് സ്ഥലങ്ങളൊക്കെ മൊത്തം എന്ത് ചെയ്യുക ഇതായി പോവുക. അതായത് ഇത് കടലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ടൊക്കെയാണ് വരിക. എന്നിട്ട് ഒന്നായിട്ട് എന്ത് ചെയ്യും ഭൂമികളിലൊക്കെ വന്നിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യും ചുഴലിക്കാറ്റായിട്ട് അടിക്കും. മറ്റേത് ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങുക ചെയ്യുക. ഏത് ടൊർണാഡോ. ഇനി അടുത്തൊന്നും കൂടി ഉണ്ട് സൈക്ലോൺ. സൈക്ലോൺ എന്താ? സൈക്ലോൺ ഏകദേശം ഇതേപോലെ തന്നെ ഒരു വേറൊരു ഇനം ചുഴലിക്കാറ്റാണ്. എന്നാൽ ഇതാ ഹറിക്കെയിനൊക്കെ പോലെ തന്നെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങും. പിന്നെ ഒന്നായിട്ട് എന്ത് ചെയ്യുക കറങ്ങിയിട്ട് ഒന്നായിട്ട് നന്ന ശക്തമായിട്ടുള്ള കാറ്റടിച്ചിട്ട് ഒന്നായിട്ട് പാറിപ്പോവാം. അപ്പോൾ അതാണ് സൈക്ലോൺ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഈ ഒരു അടുത്ത കാലങ്ങളിലായിട്ട് ഈ ടൊർണാഡോസും ഹറിക്കെയിൻസും സൈക്ലോൺസും ഇങ്ങനത്തെ ഒരുപാട് ചുഴലിക്കാറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട്. ദേ കോസ്ഡ് ഈ ചുഴലിക്കാറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കാരണമാക്കിയിട്ടുണ്ട് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ്സ്. വലിയ ജീവനുകളുടെ വലിയ നഷ്ടം. അതായത് ഒരുപാട് ജീവനുകൾ നഷ്ടമായിട്ടുണ്ട് ആ ഒരു ആൻഡ് പ്രോപ്പർട്ടി സമ്പത്തും. ഈവൻ ദോ ദ പ്രോഗ്രസ് ഇൻ ടെക്നോളജി ഈസ് ഹെൽപ്പിംഗ്. നമ്മളെ ഈവൻ ദോ ആണെങ്കിലും ദ പ്രോഗ്രസ് ഇത് മുന്നോട്ട് പോകുന്നത് ഇൻ ടെക്നോളജിയിലുള്ള ഈ നമ്മൾ മുൻപന്തിയിലാവുന്നത് ഉണ്ടെങ്കിലും അത് ഈസ് ഹെൽപ്പിംഗ്. അത് മനുഷ്യന്മാരെ സഹായിക്കുന്നുണ്ടെങ്കിലും ഹ്യൂമൻ ബീങ്സ് മനുഷ്യന്മാരെ ഈ ടെക്നോളജിയിൽ മുൻപന്തിയിലായിട്ട് ഇങ്ങനെ ഈ ഒരു നിലക്ക് മനുഷ്യന്മാരെ സഹായിക്കുന്നുണ്ടെങ്കിലും ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഒരുപാട് ദുരന്തങ്ങളുടെ ഇമ്പാക്റ്റ് അതിൻ്റെ സ്വാധീനം കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടെങ്കിലും ടെക്നോളജി സഹായിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻഅഡ്വക്കേറ്റ്. അതിപ്പോഴും എന്താണ് സ്റ്റിൽ ആണ് ഇപ്പോഴും ഇൻഅഡ്വക്കേറ്റ്. അത് മതിയാവാത്തതാണെന്ന് അർത്ഥം. ഓക്കെ. ദർ ഈസ് എ ഡയറക്റ്റ് കോറിലേഷൻ. ശരിക്കും ഒരു എന്തുണ്ട് ഒരു പരസ്പര ബന്ധമുണ്ട്. ഡയറക്റ്റ് പറഞ്ഞാൽ നേരിട്ടുള്ള കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പരസ്പര ബന്ധത്തിനാണെന്ന് പറയാം. അതായത് ഇന്നത് നടക്കുമ്പോൾ ഇന്നത് നടക്കുക എന്നുള്ള ഒരു ബന്ധത്തിനാണെന്ന് പറയാം കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഒരു എന്തുണ്ട് നേരിട്ടുള്ള ഒരു പരസ്പര ബന്ധമുണ്ട് എന്തും തമ്മിൽ ബിറ്റ്വീൻ ഹയർ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ശരിക്കും നല്ല ഒരു ഉയർന്ന മാനവിക അതായത് മനുഷ്യന്മാരുടെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വികസനം. അതായത് മാനവിക വികസനം ഉയർന്നിരിക്കുക. അതും പിന്നെ ആൻഡ് ബെറ്റർ പ്രിപ്പയർഡ്നെസ് നല്ല ഒരുങ്ങി തയ്യാറാവലും ടു മാനേജ് ഡിസാസ്റ്റേഴ്സ് ഒരുപാട് ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് നല്ല ഒരുക്കി തയ്യാറാവലും അതേപോലെ നല്ലൊരു മാനവിക വികസനവും. ഇത് രണ്ടും നല്ല പരസ്പര ബന്ധമുണ്ട് എന്ന് പറയുന്നത്. എന്താ കാരണം? ദ കൺട്രീസ് വിച്ച് ഹാവ് ലോവർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈ മാനവിക വികസനം വളരെ കുറഞ്ഞ കൺട്രികൾ രാജ്യങ്ങൾ ആർ മോർ വൾണറബിൾ അത് കൂടുതൽ ഈ ഒരുപാട് അപകടങ്ങൾക്ക് ഇരയാവുന്നതാണ്. ടു ദ റിസ്ക്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് കൂടുതൽ ഇരയാകുന്നതാണ് വൾണറബിൾ ഇരയാകുന്നതാണ് ടു ദ റിസ്ക്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഒരുപാട് ദുരന്തങ്ങളുടെ റിസ്കുകളിലേക്കും ആൻഡ് ഡാമേജ് അതിൻ്റെ നാശങ്ങളിലേക്കും കൂടുതലും ഇരയാവുന്നതാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് മാനവിക വികസനം കുറഞ്ഞ രാജ്യങ്ങൾ. ഓഫ് ആൾ ദ ഡിസാസ്റ്റേഴ്സ് എല്ലാ ദുരന്തങ്ങളും ഫ്ലഡ്സ് ആർ ദി മോസ്റ്റ് കോമൺ. കൂടുതലും പ്രശ്നം അല്ലെങ്കിൽ കൂടുതലും സാധാരണയായി ഉണ്ടാകുന്നത് ഏതാണ്? ഫ്ലഡുകളാണ്. അതായത് വെള്ളപ്പൊക്കങ്ങളാണ് അല്ലെ. വെള്ളപ്പൊക്കങ്ങളാണ് കൂടുതൽ മോസ്റ്റ് കോമൺ കൂടുതൽ സാധാരണയായിട്ടുള്ളത് പൊതുവായിട്ടുള്ളത്. ഫോളോഡ് ബൈ വിൻസ്റ്റോം. പിന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ? വിൻസ്റ്റോമുകളാണ് അതായത് കൊടുങ്കാറ്റുകൾ പോലുള്ളത്. പിന്നെ ഡ്രോട്ടുകൾ അതായത് ക്ഷാമങ്ങൾ ആൻഡ് എർത്ത് പിന്നെ ഭൂമികുലുക്കങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായാലും ഫ്ലഡാണ്, പിന്നെ വിൻസ്റ്റോമാണ്, പിന്നെ ഡ്രോട്ടാണ്, പിന്നെ എർത്ത് ക്വേക്കാണ്. ഹൗവർ എങ്ങനെ ഇരുന്നാലും ഡ്രോട്ട് ഈസ് ദ ഡെഡ്ലിയസ്റ്റ്. ക്ഷാമാണ് ഇസ് ദ ഡെഡ്ലിയസ്റ്റ് കൂടുതൽ മാരകമായത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അക്കൗണ്ടിങ് ഫോർ 48% ഓഫ് ഡെത്ത്സ് 48% മരണവും കണക്കാക്കപ്പെടുന്നുണ്ട് ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് ഈ ഡ്രോട്ട് ഉണ്ടല്ലോ ഈ ക്ഷാമം കൊണ്ടുണ്ടാകുന്ന മരണങ്ങളാണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് പ്രകൃതിപരമായിട്ടുള്ള ദുരന്തങ്ങൾ മൊത്തം എടുത്ത് നോക്കിയാൽ അതിൽ 48% മരണം ഉണ്ടായത് ഏത് കാരണമാണ്? ക്ഷാമം കാരണമാണെന്ന് അർത്ഥം.
പിന്നെ അതേപോലെ ഓഫ് ആൾ ദി കോണ്ടിനെന്റ്സ്, മൊത്തം ഭൂഖണ്ഡങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യ ഹാസ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ. ഏഷ്യക്കാണ് എന്ത് ഏറ്റവും കൂടുതൽ മരണനിരക്ക് കൂടുതലുള്ളത് ഫ്രം ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളിൽ നിന്ന്. അതിൽ തന്നെ ഇന്ത്യ, ചൈന, പിന്നെ ബംഗ്ലാദേശ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെന്റ്. ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശൊക്കെ എവിടെയാണുള്ളത്? ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണുള്ളത്. ഇനി ഇന്ത്യൻ്റെ കാര്യം എടുത്തു നോക്കണം. ഇന്ത്യ ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതിൻ്റെ ഭൂമിപരമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ സ്ഥലത്തിൻ്റെ പരിഗണന വെച്ച് നോക്കുമ്പോൾ, അതേപോലെ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ, ഭൂമിശാസ്ത്രപരമായിട്ട് അതിൻ്റെ ആ ഒരു രൂപീകരണം നോക്കുമ്പോൾ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ്. അതെന്താണ്? ഒരുപാട് ദുരന്തങ്ങൾക്ക് ഹൈലി പ്രോൺ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് അർത്ഥം. പ്രോൺ എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രവണതയുള്ള അല്ലെങ്കിൽ ചായ്വുള്ള എന്നുള്ള അർത്ഥം. അതായത് കൂടുതൽ ഇപ്പോൾ അപകട സാധ്യത മേഖല എന്നൊക്കെ പറയാം, നമ്മൾ ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്ന് പറയലുണ്ട്. നമ്മളെ റോഡിലൊക്കെ കാണാം, ചിലയിടത്ത് എഴുതിച്ചിട്ടുണ്ടോ. അപ്പം അതേപോലെ ഇറ്റ്സ് ഹൈലി പ്രോൺ എന്താണ്? കൂടുതൽ സാധ്യതയുള്ളതാണ് ടു ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾക്ക്. അപ്പോൾ ഇന്ത്യൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ലൊക്കേഷനും പിന്നെ അതേപോലെ അതിൻ്റെ ഫോർമേഷനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ രൂപീകരണവും അതിൻ്റെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൂടുതൽ എന്താണ്? ഒരുപാട് അപകടങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ ചായ്വുള്ളതാണ്, പ്രവണതയുള്ളതാണെന്ന് അർത്ഥം. ഇറ്റ്സ് ലോങ് കോസ്റ്റ് ലൈൻ, അതിൻ്റെ കൂടുതലുള്ള തീരപ്രദേശം. സ്നോ ക്ലാഡ് പീക്സ്. സ്നോ ക്ലാഡ് പീക്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട മലനിരകളും, അതായത് ഒരുപാട് മഞ്ഞുകൊണ്ട് മൂടിയ ഒരുപാട് മലനിരകളുണ്ട് ഇന്ത്യയിൽ. ജമ്മു കാശ്മീർ, ഹിമാലയ, അവിടെയൊക്കെ ആ ഭാഗത്ത്. ആൻഡ് ഹൈ മൗണ്ടെയിൻ റേഞ്ചസ്, പിന്നെ വലിയ ഉയർന്ന മലപ്രദേശങ്ങളും. ആൻഡ് ദ പെറന്നിയൽ റിവേഴ്സ്. പെറന്നിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കാലങ്ങളോളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ, അതായത് ഒഴുക്കൊരിക്കലും നിൽക്കാത്ത നദികളാണ് എന്ത്? പെറന്നിയൽ എന്ന് പറയാം. അതായത് എല്ലാ കാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായി ഒഴുകുന്ന നദികളും ഇൻ ദ നോർത്ത്, ഇവിടെ വടക്ക് ഭാഗത്തുള്ള. പിന്നെ കമ്പൈൻ ടു ആഡ് ദിസ് പ്രോബ്ലം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രോബ്ലത്തെ, ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പാടെ കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നർത്ഥം. ഇന്ത്യ വിച്ച് ഹാസ് ഓൺലി 2% ഓഫ് ദി ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ, മൊത്തം ഭൂമിൻ്റെ 2% മാത്രമേ ഇന്ത്യയിലുള്ളൂ. ആസ് ടു സപ്പോർട്ട് 18% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി വേൾഡ്. എന്നാൽ മൊത്തം ഭൂമിയുടെ 2% ഭൂമി ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിലും മൊത്തം എന്തുണ്ട്? 18% ജനസംഖ്യ അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ, മൊത്തം ജനസംഖ്യ, മൊത്തം വേൾഡിൻ്റെ ലോകത്തിന് 18% ഇന്ത്യയിലാണുള്ളത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആകെ എത്ര ശതമാനം സ്ഥലം മാത്രമാണ്? 2% സ്ഥലം മാത്രമേ ഭൂമിയിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ. Therefore അതുകൊണ്ട് തന്നെ there is tremendous pressure. അതിബൃഹത്തായ എന്തുണ്ട്? പ്രഷർ ഉണ്ട്, അതായത് സമ്മർദ്ദമുണ്ട് ഓൺ ദ നാച്ചുറൽ റിസോഴ്സസ്, അതായത് ഈ പ്രകൃതിപരമായിട്ടുള്ള വിഭവങ്ങളുണ്ടല്ലോ, സ്രോതസ്സുകൾ, അവകൾക്ക് എന്തുണ്ട്? വലിയൊരു അതിബൃഹത്തായിട്ടുള്ള സമ്മർദ്ദം ഉണ്ട് എന്നർത്ഥം. വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ലീഡ്സ് ടു ദ ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതായത് ഒന്നെങ്കിൽ ശരിക്കും നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ ലീഡ്സ് ടു, അത് നയിക്കുന്നു എന്ത്? ടു ദ ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കാൻ. നെയിംലി ഫ്ലഡ്, അതിൽ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ്സുകൾ, അതായത് ഏത് നമ്മളെ പുഴകളൊക്കെ നിറഞ്ഞിട്ട് എന്ത് ചെയ്യുക? വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഡ്രോട്ട്സ്, ക്ഷാമങ്ങൾ ഉണ്ടാവുക, ലാൻഡ് സ്ലൈഡ്, മണ്ണൊലിച്ച് കണ്ട് അല്ലെങ്കിൽ മലപ്രദേശങ്ങളൊക്കെ ഒലിഞ്ഞു പോവുക, സ്ഥലം ഇടിഞ്ഞു പോവുക, മലയിടിച്ചിലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതിനാണ് എന്ത് പറയുക? ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. പിന്നെ എർത്തുക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിക്കുലുക്കം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാൻ നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ ഇതൊക്കെ സംഭവിക്കാൻ, ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ എന്തുണ്ട്? നേരിട്ടല്ലാതെയോ ചില നമ്മളെ ഈ ഒരു ഒരുപാട് സ്രോതസ്സുകൾ, ഈ പ്രകൃതി സ്രോതസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ മേലിൽ വലിയ ഒരു സമ്മർദ്ദം ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ഉണ്ടായതുകൊണ്ട്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾ ഇവിടെ ഉണ്ടായതുകൊണ്ടും വലിയ പ്രശ്നമാണെന്ന് അർത്ഥം. പിന്നെ നോർത്തേൺ റീജിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വടക്കേ ഭാഗത്തിൽ ഫേസസ് നേരിടുന്നുണ്ട് പ്രോബ്ലംസ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്. ഇതേപോലെ മണ്ണിടിച്ചിലും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്ലഡ്സ്, വെള്ളപ്പൊക്കങ്ങളും ഡ്രോട്ട്സും ക്ഷാമങ്ങളും, പിന്നെ എർത്തുക്വേക്സും, ഭൂമികുലുക്കങ്ങളും. ബിക്കോസ് ദിസ് റീജിയൻ, ഈ ഒരു സ്ഥലത്ത് എന്താണ് കാരണം? ഫാൾസ് അണ്ടർ ദ സൈസ്മിക് സോൺസ് 3 to 5. അതായത് ഈ സ്ഥലങ്ങളൊക്കെ എന്തിനാണ് ഉൾപ്പെടുന്നത്? സൈസ്മിക് സോൺ 3 to 5. സൈസ്മിക് സോൺ എന്ന് പറഞ്ഞാൽ, സൈസ്മിക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഭൂമിയുടെ കുലുക്കവുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ ഭൂമി എത്രമാത്രം ഇളകുന്നുണ്ട് അതിൻ്റെ ആ ഒരു കണക്കിനാണ് സൈസ്മിക് എന്ന് പറയാം.
അതുമായി ബന്ധപ്പെട്ട് ഭൂമികുലുക്കവുമായി ബന്ധപ്പെട്ട സോണുകൾ, സ്ഥലങ്ങൾ, അവയെ ശരിക്ക് അടയാളപ്പെടുത്താൻ പറ്റും. ഇന്ന എത്ര ലെവൽ പറഞ്ഞിട്ട് അവിടെ 3 to 5 ആ ഒരു കണക്കിലാണ് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഇന്ത്യയുടെ വടക്കേ ഭാഗത്തുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഓരോ സൈസ്മിക് സോണിൽ ഇത്ര ലെവൽ കൊടുക്കാറുണ്ട്, അതായത് ഭൂമികൾക്ക് അവിടെ ഉണ്ടാവാനുള്ള ചാൻസിന് ഇത്ര ലെവൽ കൊടുക്കും. അങ്ങനെ ഇന്ത്യയുടെ നോർത്ത് ഭാഗം എങ്ങനെയാണ് 3 to 5 കൊടുത്തിട്ടുള്ളത്, 3 അതിലധികം 5 വരെ ചാൻസ് ഉണ്ട് എന്നർത്ഥം. ദ ഈസ്റ്റേൺ റീജിയൻ KK ഭാഗത്തുള്ള സ്ഥലങ്ങൾ ഈസ് കൺഫ്രോണ്ടഡ് വിത്ത് ഹെവി ഫ്ലഡ്സ്. KK ഭാഗങ്ങൾ നേരിടുന്നത്, കൺഫ്രോണ്ട് ചെയ്യാൻ നേരിടുക, വിത്ത് ഹെവി ഫ്ലോഡ്സ്, ഭയങ്കര ശക്തമായ വെള്ളപ്പൊക്കങ്ങൾ അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഇൻ ദ പെരന്യൽ റിവേഴ്സ്, നന്നായി ഒഴുകുന്ന, സ്ഥിരമായി ഒഴുകുന്ന നദികളിൽ, വിച്ച് ഇൻക്ലൂഡ് അവിടെ എന്തുണ്ട്, ഏത് നദികളിൽ ഉൾക്കൊള്ളുന്നത്, ദ ബ്രഹ്മപുത്ര ഉണ്ട്, പിന്നെ ദ ഗംഗ ഉണ്ട്, അതുപോലെയുള്ള ഒരുപാട്. പിന്നെ അതേപോലെ ഡ്രോട്ടും ഹീറ്റ് വേവ്സും ഹെയിൽ സ്റ്റോംസും. അപ്പോൾ ദ ഈസ്റ്റേൺ റീജിയൻ ഈസ് കൺഫ്രോണ്ടഡ് വിത്ത് ഹെവി ഫ്ലഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്ത് എന്താണ് കൂടുതലും അവർ ഫേസ് ചെയ്യുന്നത്, കൺഫ്രോണ്ടഡ് പറഞ്ഞാൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് ഹെവി ഫ്ലഡ്സ്, ഭയങ്കരമായിട്ടുള്ള എന്താണ് വെള്ളപ്പൊക്കങ്ങളുണ്ട്. ഇൻ ദ പെരന്യൽ റിവേഴ്സ്, ഏത് നന്നായി ഒലിച്ചു പോകുന്ന, അതായത് എന്നും സ്ഥിരമായി ഒലിച്ചുകൊണ്ടിരിക്കുന്ന നദികളിലൊക്കെ, വിച്ച് ഇൻക്ലൂഡ് ദ ബ്രഹ്മപുത്രക്ക് അതിൽ അടങ്ങിയിട്ടുള്ള ഒരു നദിയാണ്. ദ ഗംഗ, പിന്നെ ഗംഗയും. പിന്നെ അതേപോലെ ഡ്രോട്ടും ഹീറ്റ് വേവ്സും. ഡ്രോട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ക്ഷാമവും പിന്നെ അതേപോലെ ഹീറ്റ് വേവ്സും, ചൂടിൻ്റെ ഭയങ്കര ചൂട്, ഭയങ്കരമായിട്ടുള്ള ചൂട് കാലാവസ്ഥ, അതും. പിന്നെ ഹെയിൽ സ്റ്റോംസ് പറഞ്ഞാൽ ആലിപ്പയൊക്കെ നന്നായിട്ട് വീണിട്ട് ഐസ് വീണുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാവുന്ന ഒരു കൊടുങ്കാറ്റാണ്. പിന്നെ സൈക്ലോൺ അടുത്തൊരു കൊടുങ്കാറ്റാണ്. പിന്നെ ഹെവി വിൻസ്, ശക്തമായ കാറ്റുകൾ, ആൻഡ് ദ എർത്ത്ക്വേക്സ്, പിന്നെ ഭൂമിക്കുലുക്കം ആർ ആൾസോ കോമൺ, അതും വളരെയധികം എന്താണ് സാധാരണയായിട്ടുള്ളതാണ് ഇൻ ദിസ് റീജിയൻ, ഈ ഒരു കിഴക്ക് ഭാഗത്ത്. ദ നോർത്ത് ഈസ്റ്റേൺ, വടക്ക് കിഴക്ക് റീജിയൻ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, അവിടെ എൻകൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുന്നു, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ അവർ അഭിമുഖീകരിക്കുന്നത് എന്താണ്, ഫ്ലഡുകളാണ്, അതായത് വെള്ളപ്പൊക്കങ്ങളും പിന്നെ ലാൻഡ് സ്ലൈഡും മണ്ണിടിച്ചിലുകളും പിന്നെ അതേപോലെ ആൻഡ് എർത്ത്ക്വേക്സ്, പിന്നെ ഭൂമിക്കുലുക്കവും. ദിസ് റീജിയൻ കംസ് അണ്ടർ ദി സൈസ്മിക് സോൺസ്. ഈ സ്ഥലം ഏതിൻ്റെ കീഴിലാണ് വരുന്നത്, നമ്മളെ സൈസ്മിക് സോൺ എന്ന് പറഞ്ഞില്ല, നമ്മളെ ഭൂമിക്കുലുക്കം ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആ സ്ഥലങ്ങളിൽ എത്ര ലെവലാണ്, 4ഉം 5ഉം ആണ്. മറ്റു പറഞ്ഞ് 3ഉം 4ഉം ആയിരുന്നു അല്ലേ. സൈസ്മിക് എന്ന് പറഞ്ഞാൽ ഭൂമിക്കുലുക്കാൻ സാധ്യതയുള്ള, ഭൂമിന്റെ കുലുക്കത്തിന്റെ അളക്കുന്ന ആ ഒരു ഇതിനാണ് പറയുന്നത് സൈസ്മിക്. ദ വെസ്റ്റേൺ റീജിയൻ, ഇനി പറയാൻ പോകുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഏകദേശം മഹാരാഷ്ട്ര, പിന്നെ അതേപോലെ ഗുജറാത്ത്, ഗോവ, ആ ഭാഗത്തൊക്കെ കയറാൻ വെസ്റ്റേൺ ആയിട്ട് വരിക. അപ്പോൾ ഈ റീജിയണിൽ വൈഡ്ലി നൗൺ ഫോർ സീവിയർ ഡ്രോട്ട്സ്, ഭയങ്കരമായിട്ടുള്ള എന്തുണ്ട്, വളരെ മോശമായിട്ടുള്ള എന്തുണ്ട്, ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പിന്നെ വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ വലിയ കാറ്റുകൾ വന്നിട്ട് എന്ത് ചെയ്യുക, മണ്ണൊലിപ്പ് ഉണ്ടാവുക, പിന്നെ അതേപോലെ ആൻഡ് സോയിൽ, മണ്ണും ഭൂമിയൊക്കെ എന്ത് ചെയ്യുക, ഒലിച്ചു പോവുക ഈ കാറ്റടിച്ചിട്ട്, അതാണ് വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ. പിന്നെ ഫ്ലഡുകൾ, നമ്മൾ പറഞ്ഞ ഫ്ലഡ്, വെള്ളപ്പൊക്കങ്ങൾ ആൻഡ് സൈക്ലോൺസ്, മറ്റു ചുഴലിക്കാറ്റുകൾ. ദിസ് ഏരിയ ഈസ് ആൾസോ പ്രോൺ ടു എർത്ത്ക്വേക്സ്. ഈ സ്ഥലത്ത് എന്തുണ്ട്, ആൾസോ പ്രോൺ എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ളതാണ്, പ്രവണതയുള്ളതാണ്, ടു പ്രോ എർത്ത്ക്വേക്സ് എന്നാൽ ഭൂമിക്കുലുക്കങ്ങൾ. അപ്പോൾ അവിടെ ഭൂമികുലുക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. ഇത് സദേൺ റീജിയൻ, താഴെ ഭാഗം, അതായത് നമ്മുടെ തെക്കൻ ഭാഗം, അത് കേരള, തമിഴ്നാടൊക്കെ, പർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങൾ ഈസ് വൾണറബിൾ, ഇരയാണ് ടു സൈക്ലോൺസ്, ഒരുപാട് ചുഴലിക്കാറ്റുകൾക്ക്. പിന്നെ അതേപോലെ സീ ഇറോഷൻ, അതായത് കടലിൻ്റെ മണ്ണൊലിപ്പ്, അതിനാണ് സീ ഇറോഷൻ എന്ന് പറയാം. പിന്നെ സുനാമി പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും സുനാമി. പിന്നെ ലാൻഡ് സ്ലൈഡ്, പിന്നെ മണ്ണൊലിപ്പുകൾ, പിന്നെ അതേ മണ്ണിടിച്ചിലുകൾ, അതൊക്കെ നമ്മൾ വയനാടൊക്കെ ഉണ്ടായ പോലെ. പിന്നെ ഐലാൻഡ്സ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലുള്ള ദ്വീപുകളിലും പിന്നെ ലക്ഷദ്വീപും ആർ കൺഫ്രോണ്ടഡ്, അവിടെ നേരിടുന്ന എന്താണ്, വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സീ ഇറോഷൻ, അവിടെ എന്തുണ്ട്, ഈ കടലിൽ ഉണ്ടാവുന്ന മണ്ണൊലിപ്പുകളുണ്ട്, പിന്നെ സുനാമിയും ഉണ്ട്. ദ ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ്, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളായ ഫേസ്ഡ്, നേരിട്ടിട്ടുണ്ട് സം ഓഫ് ദി സീവിയറസ്റ്റ്, വളരെയധികം മോശമായിട്ടുള്ള ചുഴലിക്കാറ്റുകൾ നേരിട്ടിട്ടുണ്ട് എന്നർത്ഥം. അതായത് ഭയങ്കര മാരകമായിട്ടുള്ള ചുഴലിക്കാറ്റുകളൊക്കെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ്റെ തീരപ്രദേശങ്ങളെ നേരിട്ടിട്ടുണ്ട്. ബോത്ത് അലോങ് ദ ഈസ്റ്റേണിലും, കിഴക്ക് ഭാഗത്തും ആൻഡ് വെസ്റ്റേൺ കോസ്റ്റിലും, അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ളതും കിഴക്ക് ഭാഗത്തുള്ള തീരങ്ങളിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എമംഗ് ആൾ ദി ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള എല്ലാ ദുരന്തങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ദ സുനാമി ഈസ് എ റിലേറ്റീവ്ലി ന്യൂ ഫിനോമിനൻ. സുനാമി എന്താണ്, അതിനെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ന്യൂ ഫിനോമിനൻ, പുതിയ ഒരു പ്രതിഭാസം തന്നെയാണ്. ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡ്വക്കേറ്റ് വാർണിംഗ് സിസ്റ്റം,
ഒരു തികഞ്ഞ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നാൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തികഞ്ഞൊരു വാണിംഗ് സിസ്റ്റം ലാക്ക് ഓഫ് എന്നാൽ ഇല്ലെങ്കിൽ, അതായത് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡ്വക്കേറ്റ് വാണിംഗ് സിസ്റ്റം, ശരിക്കും ഒരു വാണിംഗ് സിസ്റ്റം ഇല്ലാത്തത് കാരണത്താൽ ദ സുനാമി ഓഫ് 2004 2004 സുനാമി നശിപ്പിച്ചു എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജിയൻസ്, വലിയൊരു തീരപ്രദേശങ്ങളുടെ വലിയൊരു ഭാഗം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് ഓഫ് തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, ബിസൈഡ്സ് ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡിന് അല്ലാതെ അതിന് പുറമെ തന്നെ ആന്ധ്രയും കേരളയും തമിഴ്നാടൊക്കെ ഉള്ള തീരപ്രദേശങ്ങളിൽ ഒരുപാട് ഭാഗങ്ങൾ എന്ത് സുനാമി കാരണം നശിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ക്ലെയിംഡ്, അത് അന്ന് എടുത്തുകൊണ്ടായത് ലാർജ് നമ്പർ ഓഫ് ലൈഫ്സ്, ഒരു വലിയൊരു ജീവനുകളായിരുന്നു, ഒരുപാട് ജീവനുകൾ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഡിസ്ട്രോയിഡ്, നശിച്ചിട്ടുമുണ്ട് പ്രോപ്പർട്ടി വെർത്ത് ക്രോർസ് ഓഫ് റുപ്പീസ്, കോടികൾ വിലമതിക്കുന്ന സമ്പത്തുകളും. ഇന്ത്യ ഹാസ് ഫേസ്ഡ് എ നമ്പർ ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ദുരന്തങ്ങൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. റേഞ്ചിങ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, നമ്മൾ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കം മുതൽ പിന്നെ എർത്തുകേക്കും സൈക്ലോണും സുനാമിയും ഡ്രോട്ടും ലാൻഡ് സ്ലൈഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ നേരിട്ടിട്ടുണ്ട് അല്ലേ. അതായത് സൈക്ലോൺ എന്നാൽ ചുഴലിക്കാറ്റ്, സുനാമി, ഡ്രോട്ട് എന്നാൽ ക്ഷാമം, ആൻഡ് ലാൻഡ് സ്ലൈഡ് മണ്ണൊലിപ്പുകളും. ടു മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, പിന്നെ മനുഷ്യൻ തന്നെ നിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ ലൈക്ക് ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഭോപ്പാലിൽ ഒരു എന്തുണ്ടായിരുന്നു, ഗ്യാസ് ദുരന്തം ഉണ്ടായിരുന്നു 1984. ഡ്യൂറിങ് ദിസ് സെഞ്ചുറി, ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ്, ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, വിറ്റ്നസ് ആണ് സാക്ഷ്യം വഹിക്കുക. സം മേജർ ഡിസാസ്റ്റേഴ്സ്, മറ്റു വലിയ അതിഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങൾ, വിച്ച് ഇൻക്ലൂഡ് ദ ഗുജറാത്ത് എർത്തുക്വേക്ക്, ഗുജറാത്തിലുണ്ടായ ഭൂമികുലുക്കം 2001, പിന്നെ ഗുജറാത്തിലുണ്ടായ വെള്ളപ്പൊക്കം 2005, പിന്നെ സുനാമി 2004, പിന്നെ ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്, അവിടെ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കങ്ങൾ. ആൻഡ് ദ ഹറിക്കെയിൻ ഫെയിലിൻ ഇൻ കോസ്റ്റൽ ഒറീസയിൽ ഉണ്ടായിട്ടുള്ള ഫെയിലിൻ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ്, ആൻഡ് ആന്ധ്രാപ്രദേശിലുണ്ടായ. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഈതർ നാച്ചുറൽ ഇൻഡസ്ട്രിയൽ ആർ ആൾവേസ് ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ചുരുക്കി പറഞ്ഞാൽ ദുരന്തം ഉണ്ടായാൽ പിന്നെ അതിൻ്റെ നേരിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടല്ലാതെയായിട്ടുള്ള സ്വാധീനങ്ങൾ മരണം തന്നെ എന്നർത്ഥം. അതായത് ഡയറക്റ്റ് നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നേരിട്ടല്ലാതെയോ ഇമ്പാക്ട്സ് സ്വാധീനം ഉണ്ടായിട്ടുണ്ട് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ദുരന്തങ്ങളെ. either നാച്ചുറൽ ഓർ ഇൻഡസ്ട്രിയൽ, ഒന്നെങ്കിൽ എന്തായിരിക്കും പ്രകൃതിപരമായിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വ്യവസായികപരമായിട്ടോ. ആർ ആൾവേസ്, ഇതിനൊക്കെ ഇമ്പാക്റ്റ് എന്താണ്, സ്വാധീനം എന്താണ്, ആർ ആൾവേസ് ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. ഡാമേജും ഡിസ്ട്രക്ഷനും, നാശവും പിന്നെ വിനാശവും പിന്നെ ആൻഡ് ഡെത്തും, മരണം തന്നെയാണ്. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ്, ഒരു ദുരന്തം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുരന്തം സ്ട്രൈക്കറിനാൽ വീശുക എന്നർത്ഥം, അടിക്കുക. ദുരന്തം വീശി വരുമ്പോൾ ദ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം, നമ്മളെ ജീവൻ രക്ഷിക്കുന്ന സിസ്റ്റങ്ങളും, നെയിംലി കമ്മ്യൂണിക്കേഷൻ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിൽ പെട്ടാണ് നമ്മളെ ആശയവിനിമയം, പിന്നെ അതേപോലെ പവർ സപ്ലൈ, നമ്മളെ കറണ്ട്, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈ, പിന്നെ വാട്ടർ സപ്ലൈ, വെള്ളം വിതരണം, പിന്നെ ഡ്രെയിനേജ് പറഞ്ഞാൽ ഓവുചാല്, ഇതൊക്കെ എന്ത് ചെയ്യും, എക്സെട്ര ആർ ഡാമേജഡ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ നശിക്കുന്നതാണ്. മോർ ഓവർ, ഇതിനൊക്കെ പുറമെ ഹെൽത്ത് കെയറും പിന്നെ ഹോസ്പിറ്റലും ആർ ആൾസോ പുട്ട് അണ്ടർ സീവിയർ സ്ട്രെസ്, വലിയൊരു സമ്മർദ്ദത്തിൽ നമ്മളെ സ്ട്രെസ് തന്നെ സമ്മർദ്ദം, സീവിയർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ, വളരെ ബാഡായിട്ടുള്ള. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഒക്കെ വലിയൊരു സമ്മർദ്ദത്തിലാവും നടത്തും. കൊമേഴ്ഷ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, നമ്മളെ സാമ്പത്തികപരമായിട്ടുള്ളതും പിന്നെ വ്യാവസായികപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ ആർ ആൾസോ ബാഡ്ലി എഫക്റ്റഡ്, അതിനും നല്ലൊരു നാശം ഉണ്ടാവും അർത്ഥം, ചീത്ത ഒരു എഫക്റ്റ് ഉണ്ടാവും. ലൈഫ് ആൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ, ജീവിതമൊക്കെ ഒന്നായിട്ട് ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാവും എന്ന് പറഞ്ഞാൽ നിലച്ചതാവും അർത്ഥം, ഒന്നും അനങ്ങാത്ത പോലെ ആവും. ഇത് സൈക്കോളജിക്കൽ ട്രോമ, പിന്നെ അതേപോലെ നമ്മളെ അതായത് നമ്മളെ സൈക്കോളജിപരമായിട്ടുള്ള നമുക്ക് ഒരുപാട് ട്രോമകൾ ഉണ്ടാവും കോസ്ഡ് ബൈ ദി ഡിസാസ്റ്റേഴ്സ്, ഒരുപാട് ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതം. അപ്പോൾ സൈക്കോളജിക്കൽ ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് ആഘാതങ്ങളൊക്കെ ഉണ്ടാവും. അതായത് പെട്ടെന്ന് ദുരന്തങ്ങൾ മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റാതാവും, ഒരുപാട് നാശങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ട്രോമകൾ, ആഘാതങ്ങൾ, കോസ്ഡ് ബൈ ദി ഡിസാസ്റ്റർ, ദുരന്തം കാരണമായി ഉണ്ടാകുന്ന, ആർ സംടൈംസ് ചിലങ്ങളിൽ സോ സീവിയർ, വളരെ ബാഡാണെന്ന് അർത്ഥം. സീവിയർ എന്ന് പറഞ്ഞാൽ വളരെ നശിച്ചതാണ്. ദാറ്റ് ദേ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദി വിക്ടിം, അതെന്താവും ചിലപ്പോൾ അത്രമാത്രം നശിച്ചതാവും. ദാറ്റ് ദേ സ്പാൻ ദ ഹോൾ ലൈഫ് ഓഫ് ദി വിക്ടിം എന്ന് പറഞ്ഞാൽ ഇര, സ്പാൻ എന്ന് പറഞ്ഞാൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ടൈമിനാണ് പറയാം, അല്ലെങ്കിൽ കാലഘട്ടം എന്നൊക്കെയാണ് പറയാം. ഇവിടെ വെർബാണ്, ഇവിടെ ക്രിയയാണ്, അപ്പോൾ നീണ്ടു നിൽക്കുന്ന കാലഘട്ടം. അതായത് ദേ സ്പാൻ,
ഈ ട്രോമകൾ ഉണ്ടല്ലോ, ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് ആഘാതങ്ങൾ, അത് എത്ര കാലം വരെ നീണ്ടു നിൽക്കുന്നു? സ്പാൻ ദ ഹോൾ ലൈഫ്, ജീവിതകാലം മുഴുവൻ. ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, മുഴുവൻ. അപ്പോൾ ഒരാളെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? അയാൾ ഈ ട്രോമയിലായിട്ട് പോകുന്നു. ഓഫ് ദ വിക്ടിം, ആരെ? ഇരയുടെ. അപ്പോൾ ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ഒരാളുടെ ഹോൾ ലൈഫ്, മുഴുവൻ ജീവൻ മുഴുവനും അല്ലെങ്കിൽ ജീവിതം മുഴുവൻ എന്താവുന്നു? അയാൾ ഈ സൈക്കോളജിക്കൽ ട്രോമയുമായിട്ട് നീണ്ടു നിൽക്കുന്നു എന്നർത്ഥം. സ്പാൻ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്നു. Therefore, അതുകൊണ്ട് തന്നെ along with other rehabilitation works. അപ്പോൾ അതുകൊണ്ട് തന്നെ along with other rehabilitation works, മറ്റു കാര്യങ്ങൾ നമ്മൾ പൂർവ്വസ്ഥിതിയിലാക്കുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ സൈക്കോളജിക്കൽ റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക. നമ്മൾ മുമ്പുണ്ടായിരുന്നതിലേക്ക് തന്നെ നല്ല രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുക. അതിനാണ് റിഹാബിലിറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നശിക്കുമല്ലോ അല്ലേ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് വീണ്ടും പുനഃസ്ഥാപിക്കുമ്പോൾ അതിനൊക്കെ കൂടെ എന്തും ചെയ്യണം? സൈക്കോളജിക്കൽ റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായിട്ടുള്ള പൂർവ്വസ്ഥിതിയിലാവലും അതും ഷുഡ് ആൽസോ ബി ഗിവൺ, അതും എന്ത് ചെയ്യണം? നൽകപ്പെടണം. ഡ്യൂ ഇമ്പോർട്ടൻസ്, അതിനും എന്ത് ചെയ്യണം? പ്രാധാന്യം നൽകപ്പെടണം. ദ ഇമ്പാക്ട് ഈസ് ആൾമോസ്റ്റ് ദ സെയിം ഈവൻ ഇൻ ദ കേസ്. ഈ ഇമ്പാക്റ്റ്, ഈ ഒരു സ്വാധീനം ഈസ് ആൾമോസ്റ്റ് ദ സെയിം, ഏകദേശം ഒരേപോലെയാണ്. ഈവൻ ഇൻ ദ കേസ് ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റയറ്റ്സ്. മാൻ മെയ്ഡ് ഡിസാസ്റ്ററിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് അർത്ഥം. അതായത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ലൈക്ക് റയറ്റ്സ്. റയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിപ്ലവം. അതായത് വെറുതെ തല്ലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? നാട്ടിലാകെ വിപ്ലവം ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വിപ്ലവങ്ങൾ, പിന്നെ അതേപോലെ